സ്വാഗതം. സായാഹ്ന ടാരക്കാട് വാനിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് ഏഞ്ചൽസ് താങ്കൾക്ക് നൽകുന്നതാണ് ചോദിക്കുന്നത്. 2 കാർഡ് എടുക്കുന്നത്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ടാരോ അധ്യാപകനാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ടാരോ എന്നൊന്ന് കോമെൻറ്റ് ചെയ്താൽ മതി. ദെൻ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മറുപടിയായിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ തരുന്നതാണ്. അപ്പോൾ ഇന്നുറങ്ങുന്നതിന് മുമ്പ് ഈ 2 സന്ദേശങ്ങളാണ് താങ്കൾക്ക് ഏഞ്ചൽസ് തരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കാർഡാണ്. 7 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്പറാണ്. നമുക്കറിയാമല്ലോ, 7 ചക്രാസ് എന്ന് പറയുന്നത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ എനർജീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കാർഡിൽ താങ്കൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് ചേഞ്ച് യുവർ ലൈഫ് ബൈ ഫോളോയിങ് ദ സ്പിരിച്വൽ ലോസ് എന്നാണ് പറയുന്നത്. ചേഞ്ച് യുവർ ലൈഫ് ബൈ ഫോളോയിങ് ദ സ്പിരിച്വൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഞാൻ നിയമങ്ങൾ എന്നുള്ളതാണ്. ആത്മീയ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മാറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും താങ്കൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ടാരോ കാർഡ് വായന കാണുക എന്ന് പറയുന്നതും അതിൻ്റെ എനർജി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ദിവസവും ഒരു 2-3 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, ചക്രാസ് ബാലൻസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് 7 എന്ന് പറയുന്ന നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്കളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഇതാക്കണം എന്നാണ് പറയുന്നത്. 2 ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന കാർഡാണ്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ്. എന്ത് അനുഗ്രഹമാണ്? ഭക്ഷണമാണ് വരുന്നത്. ബാക്കിലൊരു ഏഞ്ചലിനെ നമുക്ക് കാണാം. ഇന്ന് ഈ കാർഡിൽ വരുന്ന സന്ദേശം എന്ന് പറയുന്നത് യൂസ് യുവർ പവർ ടു ലൈറ്റ് അപ്പ് ദ വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ യൂസ് യുവർ പവർ ടു ലൈറ്റ് അപ്പ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് വേൾഡിൽ പ്രകാശമാനമാക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം തന്നെയാണ്. നമ്മളതിനെ ഓറ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 കാർഡുകൾ നമ്മുടെ എന്താ പറയുക, ഒരു ചക്രാസ് ആൻഡ് ഓറ എന്ന് പറയുന്ന നമ്മുടെ എനർജി ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നാം പോകുന്ന സ്ഥലങ്ങൾ, നാം പരിചയപ്പെടുന്ന ആളുകൾ, ഇവരെല്ലാം എല്ലാ വസ്തുക്കൾക്കും ഒരു എനർജി ഉണ്ട്. അത് നമ്മൾ അബ്സോർബ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ എനർജിയിൽ നിൽക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് അനുഗ്രഹം കിട്ടും. ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനും പറ്റും. അതിലൂടെ താങ്കളുടെ ജീവിതം നന്നാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഡിയർ.